ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതേപോലെ വാച്ചിൻ്റെ സ്ട്രാപ്പൊക്കെ പൊട്ടിയ വാച്ചുകളൊക്കെ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ നമുക്ക് ഡ്രസ്സിന് മാച്ചായിട്ട് ഇട്ടെടുക്കാം. എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ലേസാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇഷ്ടമുള്ള ലേസ് എടുക്കാം, അല്ലെങ്കിൽ തുണി നമ്മുടെ ഡ്രസ്സിൻ്റെ മാച്ചാണെങ്കിൽ അതിന് പറ്റിയൊരു ക്ലോത്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ലേസ് അതിൽ തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം ഒന്ന് ഉരുക്കി കൊടുക്കണം. അത് കൂടുതൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ വലിഞ്ഞ് പോരും കേട്ടോ. ഇതേപോലെ എടുക്കാം, ലേസോ ക്ലോത്തോ ഏതാണെങ്കിലും എടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒരു സൈഡിലോട്ട് ഇതേപോലെ കയറ്റി കൊടുക്കാം. ഇതിന് ശേഷം നമ്മുടെ കൈമ വെച്ചിട്ട് എത്ര ലെങ്ത്ത് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നോക്കിയതിന് ശേഷം നമ്മളിതിൻ്റെ ലെങ്ത്ത് ഇതേപോലെ മെഷർ ചെയ്തെടുത്തതിന് ശേഷം ഒരല്പം കൂട്ടിയിട്ടിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ, ഇതേപോലെ ഒരല്പം കൂട്ടിയിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലേസ് വീണ്ടും നമ്മൾ ഉരുക്കി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഊരി പോരും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഡ്രസ്സിന് മാച്ചുള്ള ക്ലോത്ത് ആണെങ്കിൽ അതായാലും മതി. പിന്നെ ഒരു പീസും കൂടി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ലേസ് വളരെ തിന്നായതുകൊണ്ട്, വിഡ്ത്ത് കുറവായതുകൊണ്ടാണ് നമ്മൾ 2 എണ്ണം വെച്ച് കൊടുത്തത്. വിഡ്ത്ത് കൂടിയ ലേസ് ആണെങ്കിൽ ഒറ്റ പീസ് എടുത്താൽ മതി. അതിനുശേഷം ഒരെണ്ണം നമ്മൾ ആദ്യം ഒന്ന് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരെണ്ണം വെച്ചിട്ട് തുന്നി കൊടുക്കുക കേട്ടോ. സൈഡ് ഉണ്ടല്ലോ, ഗ്ലൂ വെച്ച് ഒട്ടിച്ച് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഇതേപോലെ സൂചി നൂല് വെച്ച് കറക്റ്റ് മാച്ചിങ് കളർ വെച്ച് തുന്നി കൊടുക്കുക. അതിനുശേഷം നൂല് ഊരിയെടുക്കാതെ തന്നെ അടുത്തതും കൂടെ തുന്നിയിട്ട് ജോയിൻ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 എണ്ണം കൂടെ ഒന്നിച്ചിരിക്കുന്ന പോലെ ആയിട്ട് കിട്ടും. ഒന്നിച്ച് വെച്ച് ഒന്ന് തുന്നി കൊടുക്കാം. ഇപ്പോൾ ഇതേപോലെയുണ്ട്. അതിന് ശേഷം ഇതിൻ്റെ കറക്റ്റ് നോക്കിയിട്ട് ഓപ്പോസിറ്റ് സൈഡിലോട്ടും വെച്ചിട്ട് അതും ഇതേപോലെ തുന്നി കൊടുക്കുക കേട്ടോ. പിരിഞ്ഞു പോകരുത്, കറക്റ്റായിട്ട് വെച്ചിട്ട് തുന്നി കൊടുക്കുക. രണ്ടാമത്തെയും അതേപോലെ തന്നെ ഒരെണ്ണം തുന്നിയിട്ട് ആ സൂചി തന്നെ യൂസ് ചെയ്തിട്ട് അടുത്തതും തുന്നി കൊടുത്തിട്ട് ആ രണ്ടും കൂടെ ജോയിൻ ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെതായ ബാക്ക് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ എൻഡ് ഭാഗത്ത് വരുമ്പോൾ ഈ ഒരു സൈഡ് പിടിച്ചിട്ട് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഒറ്റ പീസാക്കിയിട്ട് ഒന്ന് തുന്നി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒറ്റ ലേസ് വിഡ്ത്ത് കുറഞ്ഞത് കൊണ്ടാണ് നമ്മളങ്ങനെ ഒറ്റയാക്കി കൊടുക്കുന്നത്. അതല്ലെങ്കിൽ ഒറ്റ പീസ് മാത്രം മതിയായിരിക്കും കേട്ടോ. അപ്പോൾ രണ്ടും കൂടെ കൂട്ടി വെച്ചിട്ട് ഒന്ന് തുന്നിയെടുത്ത് അതിനെ ഒന്ന് ജോയിൻ ആക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതേപോലത്തെ പ്രസ് ബട്ടൺ മേടിക്കാൻ കിട്ടും. ഇതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ പ്രസ് ബട്ടൺസൊക്കെ മേടിക്കാൻ കിട്ടും, അത് വെച്ചാൽ മതി. അതല്ലെങ്കിൽ നമ്മുടെ വാച്ചിൻ്റെ തന്നെ ബാക്കിലുള്ള സംഭവങ്ങൾ 2 എണ്ണമല്ലേ, അത് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഒരു സൈഡിൽ വെച്ച് കൊടുത്തിട്ട് അടുത്ത സൈഡ് എത്രത്തോളം വേണമെന്നുള്ളത് നമ്മൾ നോക്കിയതിന് ശേഷം ആ ഒരു സൈഡ് നമ്മൾ തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു സൈഡ് തൊട്ട് എൻഡ് വരെ നമ്മളത് തുന്നിയെടുക്കുകയാണ്. ചിലപ്പോൾ കുറച്ച് നീളത്തിലിട്ടാലും കുറച്ച് കുറവായിരിക്കും വേണ്ടി വരിക കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയതിന് ശേഷം തുന്നി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതല്ലെങ്കിൽ നമ്മുടെ ആ വാച്ചിൻ്റെ ബാക്കിലത്തെ ആ സാധനം വെച്ച് ഇതിലോട്ട് ജോയിൻ ചെയ്ത് തുന്നി കൊടുത്താലും മതി. അപ്പോൾ അതിന് ശേഷം പ്രസ് ബട്ടൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടല്ലോ, അത് നമ്മൾ വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു സൈഡ് ഉള്ളിലാണ് വെച്ച് കൊടുത്തതെന്ന് വെച്ചാൽ ഒരു സൈഡ് പുറത്താണ് വെച്ച് കൊടുക്കേണ്ടത്. അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് പ്രസ് ബട്ടൺ വെക്കേണ്ടതെന്ന് കേട്ടോ. അപ്പോൾ ഒരെണ്ണം ഉള്ളിലും അടുത്ത പീസ് പുറത്ത് സൈഡിലേക്കാണ് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതേപോലെ വെച്ച് തുന്നി എടുത്തിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ നമ്മുടെ വാച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പ്രസ് ബട്ടൺ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ അടിപൊളി വാച്ച് കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. നമ്മുടെ ഡ്രസ്സിന് മാച്ചാണെങ്കിൽ അതിൽ നിന്നൊരു പീസ് കട്ട് ചെയ്തെടുത്ത് സൈഡൊക്കെ ഒന്ന് തുന്നി പുറത്തേക്ക് എടുത്താൽ മതി കേട്ടോ. ഇതേപോലെ ചെയ്യാം. വേറൊരു മെത്തേഡ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്, അപ്പോൾ അതും കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നല്ല രസമായിട്ടുണ്ട് വാച്ച്. എനിക്ക് എന്തായാലും ഇഷ്ടം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.